നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നൊരു ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ചെയ്ത വീഡിയോ ഒരു ചീരത്തോട്ടത്തിൻ്റെ കൃഷിയായിരുന്നു. ഇതിനകത്ത് ആദ്യം നോക്കി അറിയേണ്ടത്. ഇപ്പോൾ നമ്മൾ ചീരത്തോട്ടം ഇല്ല, നമ്മൾ ചീര മേടിച്ചതാണ്. ആ ചീര നമ്മളൊന്ന് തോരൻ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് ചീര ഒന്ന് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. നമ്മൾ ആ ചീര മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൊള്ളില്ലാത്ത ചീത്ത ഇലകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് നമ്മൾ ഇലയൊക്കെ ഒന്ന് നോക്കി ഇല ക്ലീൻ ആക്കിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വയ്ക്കുകയാണ്. പുഴു അടിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം ഒന്ന് കിള്ളിക്കളയാം. വേര് ഭാഗമുണ്ട്, അത് നമ്മൾ ക്ലീൻ ചെയ്ത ചീര ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഒന്ന് കഴുകി നന്നായിട്ട് കഴുകി അഴുക്കൊക്കെ പോയതിന് ശേഷം നമ്മളിതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് വെള്ളം പോകാൻ പാകത്തിന് ഹോളുള്ള ഒരു പാത്രത്തിൽ വെച്ച് എടുക്കുകയാണ്. അപ്പോൾ കഴുകി വാരി വെള്ളം പോകാൻ വെച്ച പാത്രത്തിൽ നിന്നും നമ്മൾ ചീര എടുത്തിട്ട് ഇതുപോലെ നീളത്തിലാക്കി വെച്ച് അരിയുകയാണ്. അതുപോലെ പുറത്തൊരു വീടിന് പുറത്തൊരു ടേബിളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കാറ്റൊക്കെ കൊണ്ട് ഇരുന്ന് അരിയാം. അതുപോലെ തന്നെ അകത്തധികം അഴുക്കാവില്ല. അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വന്നിരുന്ന് ചീര അരിയാം. മഴക്കാലത്ത് ശരിക്കും ചീര കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഴ സമയത്ത് ഒത്തിരി രോഗാണുക്കളും ഒക്കെ വെള്ളം തെറിച്ചൊക്കെ സാധാരണ ചീര അങ്ങനെ അധികം കിട്ടാറില്ല. അപ്പോൾ ചീര നമുക്ക് വളരെ ഗുണമുള്ള ഒരു ഐറ്റമാണ് ചീര. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചീര നന്നായിട്ട് ഉപയോഗിക്കണം. മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു. ചീര നമ്മൾ അകത്തുകൊണ്ട് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിന് വേണ്ട ചേരുവകൾ ചുവന്നുള്ളി വേണം, അല്പം ചുവന്നുള്ളി വേണം, പിന്നെ പച്ചമുളക്. ഈ രണ്ട് ഐറ്റം മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇവിടെ നിന്ന് റെഡിയാക്കാം. ചീരയിൽ ചേർക്കാനുള്ള ചുവന്നുള്ളി നമ്മൾ ചെറുതായിട്ട് അരിയുന്നു. ഒരു 6-7 ചുവന്നുള്ളി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പച്ചമുളക് അരിഞ്ഞു, ചുവന്നുള്ളി അരിഞ്ഞു, കറിവേപ്പില നമ്മൾ നമ്മുടെ ഗാർഡനിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചീരത്തോരന് വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചീര ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു, ചുവന്നുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്, കുറച്ച് വറ്റൽമുളകുണ്ട്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, തേങ്ങ. ഇത്ര ഐറ്റമാണ് നമുക്ക് ഈ ചീര ഉണ്ടാക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. പാൻ വെച്ചതിന് ശേഷം നമ്മുടെ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ അല്പം എണ്ണ എടുക്കും. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, വെളിച്ചെണ്ണയാണ്. ശേഷം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് വറ്റൽമുളക് ഇടുക. ആ വറ്റൽമുളക് ഒന്ന് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് ഒരു 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുന്നു. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നു കറിവേപ്പില, പച്ചമുളക്, ഒന്ന് ചുവന്നുള്ളി. ഒന്ന് ചെറുതായിട്ട് നിറം മാറുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്ന് എല്ലായിടത്തും ഫ്ലെയിം കിട്ടാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ആകെ നമ്മളിതിനകത്ത് ചേർക്കുന്ന ചേരുവ മഞ്ഞൾപ്പൊടി, പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി അധികം ചൂടാവാനൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതലിടാം. ഞാനിപ്പോൾ ഇവിടെ അധികം തേങ്ങ ഉപയോഗിക്കുന്നില്ല, കുറച്ച് തേങ്ങ ഉപയോഗിക്കുന്നു. തേങ്ങ ഒന്ന് ജസ്റ്റ് കളർ മാറി ഒന്ന് മൂത്ത് വരുന്ന കഴിയുമ്പോഴും ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത ചേരുവ ഇടും. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇടുക. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കും. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് എല്ലാ ഭാഗവും തേങ്ങയും ചീരയൊക്കെ കൊണ്ട് ചേരുന്ന രീതിയിൽ നമ്മുടെ ചീരയും മറ്റ് ചേരുവകളെല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോകുന്നു. അല്പസമയം നമ്മളത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് മൂടി ഒന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക, ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
തോരൻ അങ്ങനെ റെഡിയായി നമ്മളൊരു ഡിഷിലേക്ക് മാറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചീരത്തോരൻ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.